4 ദിവസത്തെ ലീവ് ഉണ്ട് എന്ന് ഉണ്ട്. പറഞ്ഞതാണ് ആദ്യം കേട്ടത്. 4 ദിവസത്തെ ലീവ് ഉണ്ട്. അതിന് വേണ്ടി അവൻ തിരിച്ചു വരാനായിട്ട് ടിക്കറ്റ് എടുത്ത് നേരത്തെ മാർച്ചിന് അവൻ ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കായിരുന്നു. ഈ 4 ദിവസത്തെ ലീവ് ഉണ്ടെന്ന് പറഞ്ഞു വരാൻ നിൽക്കുന്ന നിതിൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇല്ല, തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യൂല. അവൻ എന്തെങ്കിലും ഒരിക്കലും ചെയ്യൂല. സംശയങ്ങളുണ്ടോ ഇപ്പം? സംശയങ്ങൾ അത്രേ ഉള്ളൂ, നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ട് ഇപ്പോഴുവരെയും എന്റെ അനിയൻ എന്തിന് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു സംശയമുണ്ട്. അതും കോളേജ് കെട്ടിടത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നിന്നുള്ള എന്തോ ഇഷ്യൂസ് തന്നെയാണ്. അത് 100% ഉറപ്പുമാണ്. ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ലോൺ ആപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ ഒരു പറയുന്നു. ലോൺ ആപ്പിലേക്ക് അത് ഒതുക്കണ്ട. അത് ലോൺ ആപ്പല്ല, അവരുടെ ലോൺ ആപ്പിന്റെ പേരിലും കൂടെ അവരായിരിക്കും കൂടുതലും. ലോൺ ആപ്പുകാരെക്കാട്ടിയും കൂടുതൽ പീഡനം കിട്ടിയിരിക്കുന്നത് എന്റെ അനിയന് കോളേജിൽ നിന്ന് തന്നെ ആയിരിക്കും, ഉറപ്പാണ്. ഇപ്പോ ഒരുപാട് വിമർശനങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് പറയാൻ പാടില്ലെങ്കിൽ പോലും പറയാണ്. നമുക്കിപ്പോ വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരം മാത്രമാണ് ഇത് എന്ന് പറയുന്നവരുണ്ട്. അവരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ട് എന്ന് പറയാനുള്ള കാരണം? വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ അത് അവർ ഈ പറയുന്നവർക്ക് അവരവരെ വീട്ടിൽ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ 3 മക്കളാണ്, 2 പെണ്ണും 1 ആണുമാണ്. ഞാനാണ് മൂത്ത ആള്. ഏറ്റവും ഇളയ അനിയന്റെ എന്റെ 9 വയസ്സിന്റെ വ്യത്യാസമാണ് ഞാനും അവനും തമ്മിൽ. അങ്ങനെ ഉള്ള ഒരാള് നമുക്ക് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീല് അത് വേറെ ഒന്നാണ്. അവൻ ഈ 22 വർഷം വരെ അവൻ കഷ്ടപ്പെട്ടാണ് അവൻ പഠിച്ചത്. അത്രത്തോളം നല്ല കഷ്ടപ്പെട്ട് പഠിച്ച കൊച്ച് അവൻ പെട്ടെന്ന് ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. എല്ലാ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും അവൻ എല്ലാ കാര്യങ്ങളും പറയും. എല്ലാ കാര്യം അപ് ടു ഡേറ്റ് ആണ് അവൻ. അതുപോലെ തന്നെ അവൻ അന്ന് നമുക്ക് എന്നെ ഒരു 11-19 എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്, പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇട്ടും കൊടുത്തു. അപ്പോഴും ഹാപ്പി ആയിട്ട് സംസാരിച്ച കൊച്ച് പറയണ ഉച്ചയ്ക്ക് ശേഷം മരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് വിശ്വസിക്കാം? എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു 9-ാം തീയതി. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വീഡിയോ കോളിൽ സംസാരിച്ച് ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് നിന്ന ആളാണ്. വീഡിയോ കോളിൽ ഞങ്ങളെ വിളിച്ചിട്ട് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന ആള് പെട്ടെന്ന് അറിയുന്ന പിറ്റേ ദിവസം മരണപ്പെട്ടെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും?